പുറമേറ്റുള്ള ഫസ്റ്റത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഗോപി ശങ്കർ സാറ് ഇത്ര ഏതാനും നിമിഷങ്ങളൊക്കെ എടുത്തു. അപ്പോൾ സാറാഭാവത്തിൽ സാറ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ GM അനിൽ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിനെല്ലാം വേണ്ടപ്പുറം തന്നെ നിന്ന് ഓരോ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് മെസ്സേജുകൾ അയച്ച് സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റീഗൽ മാനേജർ, സോഷ്യൽ മാനേജർ സാറെ, നിഷ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ചെമ്മന്നൂരിൻ്റെ സോഷ്യൽ മാനേജർമാരായ എല്ലാ സാർമാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അതേ പറഞ്ഞെങ്കിൽ പ്രസംഗിച്ചില്ലല്ലാതെ. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം കറക്റ്റ് 9 മണിയെന്നാണ് പറഞ്ഞത്. കാരണം ആരും നേരം വെയിറ്റ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വന്നതിൽ വെച്ചിട്ടാണ് 9 മണി പറഞ്ഞത്. കറക്റ്റ് 10 മണിക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു 7 വർഷം മുമ്പേ നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു ഞാൻ. 7 വർഷം മുമ്പ് നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ആഗ്രഹം ഒരു ദിവസം ഒരു 50 രൂപ വരുമാനമാണ്. കൂടുതലൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഒരു 50 രൂപ വരുമാനം സ്ഥിരമായിട്ട് കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് കയറിയത്. നമ്മൾക്ക് എല്ലാവരെക്കാട്ടിയും ബിസിനസ്സിലേക്ക് കയറുമ്പോൾ എത്ര രൂപ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ദിവസം 50 രൂപ, 100 രൂപ, 500 രൂപ എത്ര ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് വരാൻ കുറേ എഫക്റ്റ് എടുത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളായതുകൊണ്ട് എന്താ പറയുക, വീട്ടിലുള്ള സാഹചര്യങ്ങൾ, പിന്നെ കുട്ടികളെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ എല്ലാം ഒരുപാട് ഇടങ്ങാറുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം. അപ്പം അത്രയും ബുദ്ധിമുട്ട് നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ വന്ന എല്ലാവരും നല്ലൊരു അടിപൊളി സംരംഭകരായി മാറണമെന്ന് ഞാൻ നിങ്ങളോട് മനസ്സറിഞ്ഞ് പറയാണ്. കാരണം നിങ്ങൾ ഇവിടെ വരാൻ ഒരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പറയുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീ ഇപ്പോൾ പോയിട്ട് എന്താക്കാനാ, അല്ലാതെ നീ ഇപ്പോൾ പോയിട്ട് സംരംഭമായിട്ട് നടക്കട്ടെ. പിന്നെ നമ്മൾ അറിയുന്നവരോട് പറയും, ഓ നീ പോയിട്ടില്ലേ, വാ അങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ നിങ്ങളൊക്കെ ചെയ്യാം. ബസ് കയറി കഴിഞ്ഞാൽ റീൽസ് നോക്കിയിട്ട് അവർക്ക് പറ്റിയ കടുത്ത സ്ട്രോങ് എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടും. എന്നിട്ട് ഇവിടുന്ന് വൈകുന്നേരം വരെ അവർ കണ്ടോ 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 എന്ന് ഇങ്ങനെ നോക്കും. അതല്ല ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അവരോട് പകരം കിട്ടേണ്ടത്. അല്ലാതെ നമ്മളെന്താ പറയുന്നത്, ഏതെങ്കിലും ആരോഗ്യപ്പോൾ പിന്നെ എന്താ പറയുക വാക്കുകൾ എടുത്ത് അതിലിട്ടിട്ട് അവർ കണ്ടോ കണ്ടോ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ കേസായിട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം നമ്മളത് പോയില്ലേ. ഒരു ദിവസം നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ജോലി രാവിലെ സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം വരെ ദോശ ചുടല്, ചോറ് വെക്കല്, രാത്രി ചപ്പാത്തി ചുടല്, ഇതേ ഉള്ളൂ ലൈഫിൽ. പക്ഷെ ഇതെല്ലാം നമ്മൾ നേരത്തെ തീർത്തി വെച്ചിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഓഫീസ് ടൈം എന്നുള്ള രീതിയിലേക്ക് ജീവിതശൈലി മാറ്റിക്കൊണ്ടുവന്ന് ഒരു വർക്ക് എടുത്ത് ബിസിനസ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. വിദ്യാഭ്യാസം പോലും പറയുന്നത്ര ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ എവിടെ എത്താൻ കഴിയും ഒരു സ്ത്രീക്ക് എന്നുള്ള രീതിയിൽ പൊങ്ങച്ചായിട്ട് പറയല്ല, അവിടെ വരെ എത്തി നിൽക്കുകയാണ് ഞാൻ. കാരണം നമ്മൾ വർക്ക് എടുക്കുന്നതോടുകൂടി കുറേ പേരെ നമ്മൾ സഹായിക്കും കൂടി ചെയ്യാണ്. നമ്മുടെ വർക്കിലൂടെ ഓരോ ദിവസം എത്ര പേരെ നമുക്ക് നമ്മളൊപ്പം കൂട്ടാൻ പറ്റുമോ അങ്ങനെ രീതിയിൽ വർക്ക് എടുക്കുക. ഇപ്പം നമ്മളൊരു ഓഫീസിൽ നമ്മൾ സ്റ്റാഫായിട്ട് നിന്ന് അല്ലെങ്കിൽ കമ്പനി നമ്മൾ കയറി നമുക്കൊരു സാലറി കിട്ടുക 500 രൂപ. നമ്മളൊരു വർഷത്തോളം അത് നമുക്കത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ബിസിനസ്സുകാരന് ഒറ്റ 6 മാസം എഫക്റ്റ് എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ 6 മാസം എഫക്റ്റ് എടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 6 മാസത്തിന് ശേഷം നല്ലൊരു വരുമാനം കണ്ടെത്താൻ 100% കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കാം, ആർക്കും സ്റ്റാറ്റസ് ഇട്ടിട്ട് ആരോട് പകരമൊന്നും കിട്ടണ്ട. ഈ വന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പോകുന്ന കാലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെറിയ വിഷയത്തിന് ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതെല്ലാം മാറാൻ നമുക്ക് നല്ലൊരു ബിസിനസ് നല്ലോണം ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലൊരു സംരംഭകരാകുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മരിക്കുന്നവരെ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ഒന്ന് തുടർന്നേ കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒരു വർക്കിലോ അതിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അതിനെക്കൊണ്ട് കുറേ റിലാക്സായി കിട്ടും, കുറേ സമാധാനം കിട്ടും. നമ്മൾ
അത് ചിന്തിക്കേണ്ട ഒരു വർക്കിലേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു സംരംഭകരാകുക, ജീവിക്കുന്നിടത്തോളം കാലം നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പിയായി നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കി ജീവിക്കുക, പ്രശ്നങ്ങളുടെ വഴിക്ക് വിടുക, നല്ലൊരു സംരംഭകരാകുക. എത്രത്തോളം കഴിയുന്നു അത്രത്തോളം എഫക്റ്റ് എടുത്ത് നല്ല ഒരു സംരംഭകരായി മാറട്ടെ എന്ന് എല്ലാവരും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം.